വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹെയർ ബാൻഡും മാലിന്റെയും കളക്ഷൻ ആയിട്ടാണ്. നമുക്ക് ഫുള്ളുണ്ട്. ഡപ്പ നിറച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനെയായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏതെന്ന് തുടങ്ങാം? മാലയാണ് കൂടുതലുള്ളത്, അപ്പോൾ നമുക്ക് മാലയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു മാല എനിക്ക് കല്യാണത്തിന് വാങ്ങിച്ചപ്പോൾ ഞാൻ അന്നേരം ഒരു പിങ്ക് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു പൂമാല വാങ്ങിച്ചതിന്. പിന്നെ ഈ ഒരു പച്ചമാല എനിക്ക് എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചതാണ്. ഇത് സാധാരണ പോലെയല്ല, ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് നോക്കൂ, ഈ ഒരു ബ്ലൂ മാല ഇത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. മറ്റേ അവിടെ പപ്പേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ അങ്കിള് ഇപ്പോൾ ഞാൻ ഗുരുവായൂർ പോയാലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ കയറ്റി ഓരോ സാധനങ്ങൾ വാങ്ങിക്കും. ഇതാണ് ആ അങ്കിളുടെ സ്ഥിരം പരിപാടി. കാശൊന്നും വാങ്ങിക്കൂടാട്ടെ. ഇതും ആ അങ്കിളെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ചളി പറഞ്ഞു തരട്ടെ ഗൈസ്? ആര് ചളി പറഞ്ഞു തരട്ടെ? എനിക്ക് ചളി പറയാനുള്ള മൂഡിലല്ല ഞാൻ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു വൈറ്റ് മാല, ഇത് പണ്ടത്തെ ഒരു മാലയാണ് ഗൈസ്, കേട്ടോ. എൻ്റെ ചേച്ചിക്ക് പനി പിടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല കഴുകി. ഇപ്പോൾ അവിടെ എവിടെയെങ്കിലും കടന്നിട്ടുണ്ട് മൂലക്ക് പോയിട്ട്. ഇത് ആദിക്ക് എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചതാണ് ഈ ഒരു മാല. കണ്ടോ, എൻ്റെ നേരത്തെ പാല പോലെ തന്നെയാണ് ഈ മാലയും. ഇതൊരു പണ്ടത്തെ മാലയാണ് ഗൈസ്, എൻ്റെ മാല. ഓക്കെ, ഇത് ഒരു ബ്ലാക്ക് മാലയാണ്, ഇതും ഒരു പണ്ടത്തെ മാലയാണ്. ഇത് നമ്മളെ കസിൻ്റെ മാലയെന്ന് തോന്നുന്നു, അല്ല കസിൻ തന്നത് ആരും തന്നതാണ്, ഓർമ്മയില്ല സത്യമായി. പിന്നെ ഈ ഒരു ബ്ലൂ മാല, ഇത് ഒരു പണ്ടത്തെ മാലയാണ്. ഇങ്ങനത്തെ കുറച്ച് മാലയുണ്ട് ഇതേപോലെ, കളറ് വ്യത്യസ്തമാണ്. ഇതാ ഒരു ഓറഞ്ച് ഇതേപോലത്തെ, നല്ല രസമുണ്ട്. ഇത് പണ്ടത്തെ മാല കേട്ടോ. ഇങ്ങനത്തെ ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. ഓക്കെ, ഇതേപോലത്തെ 3 ഓക്കെ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടുന്ന ഇതെൻ്റെ ഒരു മാലയാണ്. നോക്കൂ, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അമ്മ തനിയെ പോയിട്ട് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഇത് എവിടെ നിന്നാണ് അറിഞ്ഞൂടാ ഗൈസ്. പണ്ടാര ഓരോ മാലയെ കുടുങ്ങിയിട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ഒരു മാലയാണ്. ഇത് ചില സമയം ഞാൻ അരപ്പട്ടയായിട്ട് യൂസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മറ്റേ മാലയായിട്ട് യൂസ് ചെയ്യും. ഇത് എനിക്ക് അവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, പിന്നെ എൻ്റെ ഡാൻസിന് വാങ്ങിച്ചതാണ് ഈ ഒരു മാല. വെച്ച് കാണിച്ചതാണ്. ഇങ്ങനത്തെ ഒരു മാലയാണ്. ഇത് എനിക്ക് കഴുത്തിലിട്ടിട്ട് അന്ന് ചൊറിഞ്ഞ് പണ്ടാരായി. പിന്നെ ഈ ഒരു മാല എനിക്കൊരു കസിൻ തന്നതാണ്. ഈ ഒരു പിങ്കും പിന്നെ ഒരു ബ്ലാക്കും പിന്നെ ഒരു വൈറ്റ് കളറിലുള്ളതാണ്. ഇതും ഒരു പണ്ടത്തെ മാലയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഹെയർ ബാൻഡ്. ഫസ്റ്റ് തന്നെ ഇതെനിക്കൊരു പണ്ടത്തെ ഹെയർ ബാൻഡാണ്. ഞാൻ ഈ ഫുള്ള് ഇങ്ങനത്തെ മിനുക്കാണ്. ഞാൻ ഒരെണ്ണോന്ന് ഇങ്ങനെ പിച്ചെടുത്ത് ഒരു ഡിസൈനാക്കി വെച്ചതാണ് അവിടത്തെ. ഇതെനിക്ക് പണ്ട് 1ാം ക്ലാസ്സിൽ നിന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇടാറുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇടാറുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു ഹെയർ ബാൻഡ്, ഇത് രേഖലാൻഡിൻ്റെ എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചതാണ്. ഇത് രണ്ടും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സോഫ്റ്റാണ്. അയ്യോ, നോക്ക്.
ടെസ്റ്റ് എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ഇടും, അതുകൊണ്ട് വേണം. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡാണ്, ഇത് കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട്. ഓക്കെ നമ്മൾ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് കമ്മലിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാം. ടാറ്റാ.